നമസ്കാരം. എൻ്റെ പേര് പൂജ ശ്രീകുമാർ. ഞാൻ നങ്ങേൽ ആയുർവേദ മെഡിക്കൽ കോളേജ് കോതമംഗലത്തെ 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹോമിയോസ്റ്റാസിസ് ആണ്. ഹോമിയോസ്റ്റേസിസ് എന്ന ടേം ഉണ്ടാക്കിയിരിക്കുന്നത് 2 ടേംസിൽ നിന്നാണ്. അതായത് നമ്മൾ ആ ഒരു ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഹോമിയോ ആൻഡ് സ്റ്റേസിസ്. ഹോമിയോ മീൻസ് സെയിം ആൻഡ് സ്റ്റേസിസ് മീൻസ് സ്റ്റാൻഡിങ്, അതായത് സെയിം സ്റ്റാൻഡിങ്. ഇനി ഹോമിയോസ്റ്റാസിസ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി നാച്ചുറൽ എബിലിറ്റി ഓഫ് എ ബോഡി ടു മെയിൻറ്റെയിൻ ദ കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ് ഓഫ് എ ബോഡി. നമ്മുടെ ബോഡിയുടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള നമ്മുടെ ബോഡിയുടെ തന്നെ ഒരു നാച്ചുറൽ എബിലിറ്റിയാണ് ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്നത്. ഈ ടേം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് W.B. കാനോൺ ആണ്. ആൻഡ് ഈ ഒരു ടേമിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തത് ക്ലാൻഡെ ബെർണാഡ് ആണ്. ഇനി ഹോമിയോസ്റ്റേസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്തുള്ള സെൽസിന് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതും ഉണ്ട്. ഇനി ഹോമിയോസ്റ്റേസിന് കുറച്ച് കമ്പോണൻസ് ഉണ്ട്. ഈ കമ്പോണൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. ഫസ്റ്റ് നമ്മുടെ ബോഡിയിലെ എല്ലാ ഫിസിയോളജിക്കൽ ഫങ്ഷൻസും നോർമൽ സ്റ്റേറ്റിലാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുക. ഈ നോർമൽസിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ സംഭവിക്കും. ആ ഡീവിയേഷൻ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ സെൻസറി ഓർഗൻസ്, സെൻസേഴ്സ് അത് സെൻസ് ചെയ്യും. അതെന്നിട്ട് ആ ഒരു ഇൻഫർമേഷൻ കൺട്രോൾ സെന്ററിന് പാസ് ചെയ്യും. കൺട്രോൾ സെന്റർ വന്നിട്ട് അത് ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഡീവിയേഷൻ സംഭവിച്ചു എന്നുള്ളത് ഇഫക്റ്റഡ് ഓർഗനിലേക്ക് പാസ് ചെയ്യും. ഇഫക്റ്റഡ് ഓർഗൻ പോയി ആ ഡീവിയേഷനെ കറക്റ്റ് ചെയ്ത് വീണ്ടും നോർമൽസിലേക്ക് ആക്കും. സോ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ, ഈ ഒരു ടേംസ് ആണ് ഇതിന്റെ കമ്പോണൻസ് ആയിട്ട് വരിക. ഇനി ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഫിസിയോളജിക്കൽ ഫങ്ഷൻസിന്റെയും നോർമൽസിയാണ് പറയുന്നത്. ഈ നോർമൽസിക്ക് ഡീവിയേഷൻ വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ 2 അവസ്ഥകളാണ്. ഒന്ന്, മേ ബി ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഓർ ഇറ്റ് ക്യാൻ ബി ഡിക്രീസ്ഡ്. അതായത് ഇൻക്രീസ് ആവാം അല്ലെങ്കിൽ ഡിക്രീസ് ആവാം. അങ്ങനെ 2 അവസ്ഥകളാണ് ഇതിന്റെ ഡീവിയേഷൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്കുള്ളത് 2 ടൈപ്പ് ഓഫ് സിസ്റ്റം ആണ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം. അതിന്റെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം ആണ്. അതിന്റെ എക്സാമ്പിളാണ് റിലീസ് ഓഫ് തൈറോക്സിൻ. അതായത് നമ്മുടെ ബോഡിയിൽ തൈറോക്സിൻ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നതാണ്. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും TSH റിലീസ് ചെയ്ത് അത് പോയി തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ തൈറോക്സിന്റെ അളവ് കൂടുന്ന കണ്ടീഷനാണ്, കുറയുന്ന കണ്ടീഷനുണ്ട്. കൂടുന്ന കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം ആൻഡ് കുറയുന്ന കണ്ടീഷൻ ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസത്തിൽ തൈറോക്സിന്റെ അളവ് കൂടിക്കഴിയുമ്പം അത് പോയി ആന്റീരിയർ പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടെ നിന്നുള്ള TSHന്റെ സെക്രീഷനെ കുറയ്ക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തൈറോക്സിന്റെ അളവും കുറയും. അങ്ങനെ തൈറോക്സിൻ നോർമൽ ആവും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോതൈറോയിഡിസത്തിൽ സംഭവിക്കുന്നത്. ഹൈപ്പോതൈറോയിഡിസത്തിൽ തൈറോക്സിന്റെ അളവ് കുറയാണ് ചെയ്യുക നോർമലിൽ നിന്ന്. അപ്പൊ എന്ത് ചെയ്യും? ആ കുറഞ്ഞു കഴിയുമ്പം അത് പോയി ആന്റീരിയർ പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്യിച്ച് TSHന്റെ അളവിനെ കൂട്ടും. അങ്ങനെ TSH സെക്രീഷൻ കൂടിക്കഴിയുമ്പം അത് പോയിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് തൈറോക്സിന്റെ അളവിനെ കൂട്ടി നോർമലിലേക്ക് എത്തും. ഇത്രയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ വരുന്നത്. ഇനി പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിന്റെ എക്സാമ്പിളാണ് പാർസുലേഷൻ, അതായത് ഡെലിവറി ഓഫ് ദി ബേബി. അവിടെ എന്താണെന്ന് വെച്ചാൽ ഓൺസെറ്റ് ഓഫ് ലേബറിൽ എന്ത് സംഭവിക്കും? നമ്മുടെ യൂട്രസ് ഭയങ്കരമായിട്ട് കൺട്രാക്റ്റഡ് ആവും. കൺട്രാക്റ്റഡ് ആയി കഴിയുമ്പോൾ ബേബി സെർവിക്സിലോട്ട് വരാൻ തുടങ്ങും. അങ്ങനെ സെർവിക്സ് വീണ്ടും ഡൈലേറ്റഡ് ആകും. അപ്പോൾ ബേബി വീണ്ടും സെർവിക്സിലൂടെ വരാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിയുമ്പോൾ സെർവിക്സിലുള്ള റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേഷൻ സംഭവിക്കും. അങ്ങനെ സ്റ്റിമുലേറ്റഡ് ആയി കഴിയുമ്പോൾ ആ റിസപ്റ്റേഴ്സ് ഇമ്പൾസസ് റിലീസ് ചെയ്യും. ആ ഇമ്പൾസസ് പോയി ഹൈപ്പോതലാമസിൽ ചെന്നിട്ട് ഹൈപ്പോതലാമസ് ഓക്സിറ്റോസിനെ റിലീസ് ചെയ്യും. ഈ ഓക്സിറ്റോസിൻ ഭയങ്കരമായിട്ട് അതിനെ റിലീസ് ചെയ്ത് കഴിയുമ്പം വീണ്ടും യൂട്രസിനെ കോൺട്രാക്ട് ചെയ്യും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അപ്പോൾ ഓക്സിറ്റോസിന്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പം വീണ്ടും യൂട്രസ് കൺട്രാക്റ്റഡ് ആകും. അങ്ങനെ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താണ് ലാസ്റ്റ് പാർച്ചുറേഷൻ സംഭവിക്കുന്നത്. അപ്പം ഇത് രണ്ടുമാണ് ഹോമിയോസ്റ്റേസിസിലെ 2 സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ്. ഇത്രയാണ് ഹോമിയോസ്റ്റേസിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. ഇനി ഹോമിയോസ്റ്റാസിസ് നമ്മൾ ആസ് എ ഓവറോൾ നോക്കുമ്പോൾ ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മുടെ സർവൈവലിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ആൻഡ് ഇത്രയാണ് ഹോമിയോസ്റ്റേസിസിൽ വരുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.